ചേട്ടാ ചേട്ടാ ചേ എന്തീ കാണിക്കണത്? അൺട്രോയിൽ ഇട്ടുകൊണ്ടാണ് പാർക്കിൽ കാറ്റോളാൻ വന്നത്. അപ്പൊ പാർക്കില് അൺട്രോയർ ഇട്ടോണ്ട് കാറ്റോളാൻ പാടില്ലേ? അന്നാ ഇതങ്ങട് ഊരിയേക്കാ. ഛേ, ഒരു പെണ്ണിന്റെ മുമ്പിൽ ഒന്നും വൃത്തികേട് കാണിക്കണത്. നാണമില്ലാത്തവൻ. മാറന്തോണിസ് പുണ്യാളാ, ഇതേത് ഈ പ്രസ്ഥാനം? ഇതെന്റെ ഭാര്യ. അപ്പൊ നിനക്കാ നാണില്ലാത്തത്? സ്വന്തം ഭാര്യനെ പ്രകണ്ടാക്കിയ പാർട്ടിയാണെന്നേ. എന്നിട്ട് എനിക്ക് നാണില്ലാന്ന്. ഞാനും 5-6 കല്യാണം കഴിച്ചിട്ടുണ്ട്, അതിൽ 5-6 കുട്ടികളും ഉണ്ട്. പക്ഷെ ഞാൻ ഈ മാതിരി വൃത്തികേടിന് പോയിട്ടില്ല. നമ്മള് വെറുതെ ഇരുന്നാ മതി, ദൈവം തരും. കാരണം നമ്മൾ ഡീസന്റാ. എന്ത് ഡീസന്റ്? വിവാഹം കഴിഞ്ഞ പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കാൻ പാടില്ല എന്നാ കാരണന്മാര് പറഞ്ഞേക്കണേ. അതുകൊണ്ട് അവള് വേറെ മുറി, ഞാൻ വേറെ മുറി. അത് കാരണം ഒരപ്പിടിക്കലും ഇല്ല. അപ്പിടിക്കലോ? പേപ്പർ തുറന്ന ഇപ്പൊ അതല്ലടാ, പെണ്ണുങ്ങളെ അപ്പിടിച്ചു അപ്പിടിച്ചൂന്ന്. അപ്പിടിച്ചെന്നല്ല, പീഡിപ്പിച്ചെന്നാ. അതെന്നെ ഞാനും പറഞ്ഞ്, അപ്പിടിച്ചൂന്ന്. ബോത്ത് ആർ സെയിം. ചേട്ടൻ ആ പോസ്റ്റ് ഓഫീസിന്റെ പുറകിലല്ല താമസിക്കണത്? അല്ല, പോസ്റ്റ് ഓഫീസ് എന്റെ വീടിന്റെ മുമ്പിലാ താമസിക്കണേ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ആ അതന്നെയല്ലേ ഞാനും പറഞ്ഞത്. പിന്നെന്തിനാ തർക്കം? നീ ആ പരശുരാമ കൈമളുടെ മോനല്ലേടാ പുറപ്പെട്ടു പോയ മോൻ? മോനെ. അതെ. എന്താ നിന്റെ പേര്? കല്യാണം. PK കല്യാണം. ആ വരവുണ്ട് വരവുണ്ട് വരവു മാസമുണ്ട്. ഹലോ, ഒന്ന് നിന്ന്. എന്താ എന്താ വിളിച്ചേ? അയ്യോ ചേച്ചി, ഞാനല്ലേ വിളിച്ചത്. ദേ ഈ ചേട്ടനെ വിളിച്ചത്. തെറ്റി വിളിച്ചതാ. ഞാൻ എന്റെ ഭാര്യയാണെന്ന് കരുതി വിളിച്ചതാ. റോസി, സോറി. കൊറേ തെറ്റി വിളിക്കും. അടിച്ചതിന്റെ അണപ്പല്ലി ഞാൻ തെറിപ്പിക്കും. പട്ടി. പട്ടിന്നോ? അപ്പൊ എന്റെ ഭാര്യ തന്നെ. മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഈ നമ്പച്ചിക്ക് കൂട്ടുമാറിപ്പട്ടി. തന്റെ ഭാര്യയായിരുന്നതൊക്കെ പണ്ട്. തന്നെ ഇപ്പൊ ആർക്ക് വേണം? അതെടി, ഇപ്പൊ എന്നെ ആർക്കും വേണ്ടാണ്ടായി. നിന്നെ കെട്ടുന്നതിന് മുമ്പ് പെണ്ണുങ്ങൾ എന്നെ എന്തെന്ന് വിളിച്ചിരുന്നെന്നറിയാമോ? ഷാരിക്കാൻ പോണു ഷാരിക്കാൻ പോണുന്നാ. ഇപ്പൊ എന്നെ എന്തെന്ന് വിളിക്കണെന്നറിയാമോ? ഷൗരിക്കാരൻ പോണു ഷൗരിക്കാരൻ പോണുന്നാ. സങ്കടുണ്ട്. അയ്യേ, തന്നെ കെട്ടുന്നതിന് മുമ്പ് ആൾക്കാർ എന്നെ വിളിച്ചിരുന്നതോ ഷൗക്കാർ ജാനകി പോണു ഷൗക്കാർ ജാനകി പോണെന്നാ. ഇപ്പൊ വിളിക്കുന്നത് ഷൗറക്കാരന്റെ ജാനകി പോണു ഷൗറക്കാരന്റെ ജാനകി പോണെന്നാ. വെറുതെ ഒന്നും അല്ലല്ലോ എന്നെ കെട്ടിയത്. എന്റെ അച്ഛൻ നിങ്ങൾ ചോദിച്ചൊക്കെ തന്നില്ലേ? നിന്റെ അച്ഛൻ എനിക്ക് എന്തിട്ടുണ്ടാക്കി നടി ഈ പറഞ്ഞേ? ചോദിച്ച 10 തന്നില്ലേന്ന്. 10 രൂപ വണ്ടിക്കാശും 10 രൂപ ചായക്കാശും. എന്നിട്ട് ഉള്ള അച്ഛൻ എന്നോട് ചോദിച്ചു, ഇതിലെന്തേലും കുറയ്ക്കാൻ പറ്റാ മോനെന്ന്. എനിക്ക് വേണമെങ്കിൽ ഇവളെ കുറച്ചിട്ട് ആ 10 കൊണ്ട് പോവായിരുന്നു. ഞാനത് ചെയ്തില്ല. മനുഷ്യ സ്നേഹം. സങ്കടുണ്ട്. അയ്യേ, എങ്കിൽ ഞാനെങ്കിലും രക്ഷപ്പെട്ടനെ. ഈ മനുഷ്യനെ കെട്ടി അന്ന് മുതൽ തുടങ്ങിയ ദുരിതമായി എനിക്ക്. അന്ന് മുതലുള്ള എല്ലാ അടപ്പും എന്റെ തലയിലാ. നിന്റെ തലയിൽ എന്തുട്ടടപ്പടി? കറണ്ട് ബില്ലടയ്ക്കണം, വെള്ളത്തിന്റെ ബില്ലടയ്ക്കണം, കൊച്ചുങ്ങളുടെ ഫീസ് അടയ്ക്കണം. ഏത് ആദ്യം അടയ്ക്കണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്റെ ഭഗവാനെ. ആദ്യം നിന്റെ അണ്ണാക്ക് അടക്കി, ബാക്കിയുള്ളതൊക്കെ തന്നെ അടഞ്ഞു പൊക്കോളും. അപ്പൊ ഈ ചേട്ടന് ജോലി പണിയൊന്നും ഉണ്ടായിരുന്നില്ലേ? എവിടെ? എനിക്ക് മോട്ടറിന്റെ പണിയായിരുന്നുടാ. മോട്ടറിന്റെ പണിയോ? ആ അത് തന്നെ. ഈ കിണറ്റിലെ മോട്ടറിന് എന്താ പണി? ഈ കറങ്ങലും വെള്ളവടിയും കറങ്ങലും വെള്ളവടിയും കറങ്ങലും വെള്ളവടിയും. അത് തന്നെ. അതുകൊണ്ടായിരിക്കുമല്ലേ ചേച്ചി ഇയാൾ ഉപേക്ഷിച്ചത്? പിന്നെ ഉപേക്ഷിക്കാണ്ട്? കെട്ടിക്കാൻ പ്രായമുള്ള ഒരു പെണ്ണ് വീട്ടിനകത്ത് പെറ നിറഞ്ഞു നിൽക്കുക. അതിന്റെ വലിയ ഉത്തരവാദിത്വം ഉണ്ടോ ഇയാൾക്ക്? അതിന് വേണ്ട സൗകര്യം ഞാൻ ചെയ്തെന്നില്ലേ? എന്ത്? പെരയുടെ ഉത്തരം ഞാൻ പൊക്കി കെട്ടി തന്നില്ലേ? തന്നെ പോലെ ഒരുത്തൻ തന്നെയല്ലയോ എന്റെ അനിയത്തിയും കെട്ടിയത്. അവനെ കണ്ടുപിടിക്ക്. എന്താ അവന്റെ ഒരു സ്നേഹം ഭാര്യയോട്. അവൻ ജോലിക്ക് പോകുന്നതിന് മുമ്പേ ചോറ് വിളമ്പി കൊടുക്കുന്നു, പൗഡർ ഇടിച്ചു കൊടുക്കുന്നു, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. അങ്ങനെ വല്ല വിചാരവും ഇയാൾക്കുണ്ടോ? ആര് പറഞ്ഞു വിചാരില്ലാന്ന്? 2 പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു. സമ്മതിക്കണ്ടേ? ആര്? നിന്റെ അനിയത്തി. വൃത്തികെട്ട മനുഷ്യ. ഇതിനിടയിൽ തന്നെ അവളെയും ട്രൈ ചെയ്തു. എടി, നീ എന്നെ തല്ലിയല്ലേ? തല്ലി തല്ലി ഇനിയും തല്ലും. കാണണോ? കാണണം. ധൈര്യം ഉണ്ടെങ്കിലേ ദേ ഈ നിക്കണ ചങ്ങാതിനെ നീ ഒന്ന് തല്ലിയാൻ കാണട്ടെ. ഞാൻ എന്തിനാ പറഞ്ഞ അയാളെ തല്ലുന്നേ? അപ്പൊ നീ എന്തിനാടി എന്നെ തല്ലിയത്? എന്തേലും കാര്യം ഉണ്ടായിട്ടാ? പിന്നല്ലാണ്ട്. അതായത് എന്നെ നീ മനഃപൂർവ്വം തല്ലിയതാണോന്ന്? അതെ അതെ അതെ. നിനക്ക് തെറ്റുപറ്റിയതൊന്നല്ലല്ലോ? അല്ല, ഞാൻ വേണോന്ന് വെച്ച് തന്നെ അടിച്ചതാ. വേണമെങ്കിൽ ഇനി ഞാൻ തല്ലും. എങ്കിലും ഒക്കെ മറ്റെന്തും ഞാൻ പൊറുക്കും. തെറ്റുപറ്റിയാ മാത്രം ഞാൻ പൊറുക്കില്ല. സങ്കടുണ്ട്. ഒന്ന്
ഒന്ന് പോടോ വൃത്തികെട്ട മനുഷ്യ. എനിക്ക് കാണരുത് ഇയാളെ. ഓ ഛേ, ഇങ്ങനെയുണ്ടോ ആണുങ്ങള്? ഡി നീ ഒന്നും ഉണ്ടായിരിക്കണ്ടോ? ഒരു സ്ത്രീയുടെ കൈ മേടിച്ചോണ്ട് നിൽക്കുന്നു. നാണമില്ല, തുണിയില്ല. എന്താ കുട്ടിക്ക് എന്നെ തല്ലണമെന്നുണ്ടോ? തല്ലിക്കോ, എനിക്ക് ഒരു നാണക്കേടുമില്ല. നിങ്ങളെ തല്ലാൻ എനിക്ക് നിങ്ങളോട് വിരോധമൊന്നുമില്ലല്ലോ. വിരോധമില്ലെങ്കിൽ സ്നേഹം കൊണ്ടൊന്ന് തലോടിക്കോളൂ. ഒന്ന് തലോടിക്കോളൂ, ഒന്ന് തലോടിക്കോളൂടി. ഇടിമന്ത, നിന്റെ അമ്മേനെ പള്ളിപ്പുറത്ത് വെച്ച് കണ്ടിട്ടുള്ളവനെ ഞാൻ. ഡോ താൻ എന്റെ അയൽവാസിയായി പോകണ്ടോ ഞാൻ ക്ഷമിക്കണേ. ഞാനും അതുകൊണ്ട് തന്നെയാടാ നിന്നോട് ക്ഷമിക്കണേ. അതിന് ഞാൻ തന്നോട് എന്ത് തെറ്റോടോ ചെയ്തത്? നീയല്ലടാ എന്റെ രണ്ടാം ഭാര്യ തങ്കമ്മേനെ തട്ടിക്കൊണ്ട് നാട് വിട്ടത്. അയ്യേ, ഇയാൾ എന്താണ് ആവശ്യമാണ് ഈ പറയണത്? എനിക്ക് അനാവശ്യമുള്ളത് നിനക്ക് ആവശ്യമാണല്ലേ? നാട്ടുകാർ മുഴുവൻ പറയുന്നുണ്ടല്ലോടാ, എന്റെ ഭാര്യ തങ്കമണി ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കുമെന്നും പറഞ്ഞ് തട്ടിക്കൊണ്ടുപോയിന്ന്. നീയല്ലടാ ആ കല്യാണമേ. എടോ എന്റെ പേരാണ് കല്യാണം, അല്ലാണ്ട് ഞാൻ ആരെയും കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ട് പോയിട്ടൊന്നുമില്ല. അപ്പൊ പിന്നെ ഈ മുതലിനെ നീ തട്ടിക്കൊണ്ടുവന്നാണോ? പിന്നെ എന്നെ തട്ടിക്കൊണ്ടുവന്നൊന്നുമല്ല, അന്തസ്സായിട്ട് കല്യാണം കഴിച്ചോണ്ട് വന്നതാ. ഇങ്ങനെ തന്നെയാ ഈ കല്യാണം എന്റെ ഭാര്യയെ വിളിച്ചിറക്കി കൊണ്ടുപോയത്. അതുകൊണ്ട് കുട്ടി പേടിക്കണ്ട, കുട്ടിയെ ഞാൻ രക്ഷപ്പെടുത്തിക്കോളാം. എടാ വിടറ അവളെ, അവളുടെ ഭർത്താവിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടാൻ. പറഞ്ഞു വിടറാ. ഇയാളോട് സംസാരിച്ചു നിന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ പോലീസിനെ വിളിക്കട്ടെ? വിളി, പോലീസിനെ തന്നെ വിളി. അവരും കൂടി വരട്ടെ. ഈ നാട്ടില് പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന കളി ഇന്നത്തോടെ അവസാനിക്കണം. വിളി പോലീസിനെ, വിളി. ഓ എന്തൊരു സുഷ്കാന്തി, ഉണ്ടക്കണം പോലീസിന് എന്തൊരു സുഷ്കാന്തി. ആരടാ മദ്യപാനം കുറിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത്? ആരാ? നോട്ട് ഓൺലി മദ്യപിച്ച് ഞാനാണ്, ബട്ട് ഓൾസോ പ്രശ്നം ഉണ്ടാക്കുന്നത് അവനാ. വെറുതെ പറയണോ സാറേ, ഇയാളാണ് വെള്ളം ഒടിച്ചിട്ട് മനുഷ്യന്റെ വെക്കിട്ട് കയറുന്നത്. നീ അഭ്യാസം ഇറക്കാണ് എന്നടാ രാസ്കലെ. അയ്യോ എന്റെ വീട്ടുകാര് പോയേ. എടാ നിന്റെ അടിവയറ്റിലെന്താ കരിങ്കൽ ഭിത്തി കെട്ടി വെച്ചേക്കടാ? കരിങ്കല്ലല്ലേ സാറേ, ഇതൊരു കുപ്പി പ്രശ്നോ? പ്രശ്നം കുപ്പിയിലാക്കിയിട്ട് ഗവൺമെന്റ് തരുന്നു, നമ്മളത് കഴിച്ച് പ്രാബല്യത്തിലാക്കുന്നു. as soon as reason as possible. ഓഹോ, അപ്പൊ നീ ആയിരിക്കും പ്രശ്നം ഉണ്ടാക്കിക്കുന്നത്. ആരാടാ ഇത്? ഇതെന്റെ ഭാര്യ. എങ്ങനെ? ഇതെന്റെ ഭാര്യ. നിന്റെ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് ഇവൾ നിനക്ക് ഭാര്യയല്ല, ഭാരമാണ്, ഭാരം. എന്തിനാണ് മകനെ കൊക്കിൽ ഒതുങ്ങാത്ത കൊത്തി പറക്കുന്നത്? ഓക്കെ ഓക്കെ, as soon as reason as possible. ആക്ച്വലി എന്താ പ്രശ്നം ഇവിടെ? ഇവൻ എന്റെ ഭാര്യനെ തട്ടിക്കൊണ്ടുപോയി. ഓഹോ, ഈ നിൽക്കുന്നത് നിന്റെ ഭാര്യയാണോടാ? ഇതെന്റെ ഭാര്യയല്ല, പിന്നെ ഇത് അവന്റെ രണ്ടാമത്തെ ഭാര്യ. എന്റെ ഭാര്യ തങ്കമ്മേനെയാണ് ഇവൻ തട്ടിക്കൊണ്ടുപോയത്. ഓഹോ, ഈ നിൽക്കുന്നവന്റെ ഭാര്യയെ തമ്പമ്മയെ നീ തട്ടിക്കൊണ്ടു പോയാടാ? തമ്പമ്മ അല്ല, തങ്കമ്മ. എടാ എന്റെ നാക്കിൽ അങ്ങനെ വരുള്ളൂ. അവളെ നീ തട്ടിക്കൊണ്ടു പോയാടാ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറേ ഞാൻ പെട്ടെന്ന് സത്യം പറയടാ. പോയി. എന്ത് പോയെന്ന്? തട്ടിക്കൊണ്ടുപോയി. ഞാൻ വിചാരിച്ചു പോസിബിൾ പോയെന്ന്. നീ തട്ടിക്കൊണ്ടുപോയ ഇവന്റെ ഭാര്യ തമ്പമ്മയെ തങ്കമ്മ മുണ്ടി പോകരുത്. ഞാനത് പറയൂ, തമ്പമ്മയെ എത്രയും പെട്ടെന്ന് ഇവന്റെ കയ്യിൽ ഏൽപ്പിക്കണം. അയ്യോ സാറേ, അതിന് അവൾ എന്റെ അടുത്ത് ഇല്ല. പിന്നെ അവള് വേറെ ആളുടെ കൂടെ ഒളിച്ചോടി പോയി. ഓഹോ, അവൾക്ക് ഇത് തന്നെ ജോലിയോ? സഹോദര നീ പേടിക്കണ്ട, അവൾ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും അവളെ കണ്ടുപിടിച്ച് നിന്റെ കയ്യിൽ കൊണ്ടുവന്നിരിക്കും. എനിക്ക് വേണ്ട അവളെ. നിനക്ക് വേണ്ടെന്നാ നീയല്ല കംപ്ലൈന്റ് കൊടുത്തത്? ഞാനല്ല കംപ്ലൈന്റ് കൊടുത്ത് ഇവന്റെ ഭാര്യ ആണോടാ? എങ്കിൽ ഞാൻ അവളെ കണ്ടുപിടിച്ച് നിന്നെ ഏൽപ്പിക്കാം. അയ്യോ എനിക്കൊന്നും വേണ്ട സാറ് ഇയാളേപ്പിച്ചോ. എനിക്കൊന്നും വേണ്ട. അവളെ ഞാൻ കെട്ടി അന്ന് മുതൽ എന്റെ കുടുംബത്തിന്റെ അടിത്തറ കോരി അവള്. എടോ ആ ഒരൊറ്റ പ്രശ്നം കൊണ്ടാ ഞാനും അവള് ഉപേക്ഷിച്ചത്. പിന്നെ നിനക്ക് വേണോ? എനിക്ക് വേണ്ട. എനിക്കും വേണ്ടെന്നേ. എനിക്കും വേണ്ടെന്നേ. പിന്നെന്താ നമ്മൾ തമ്മിൽ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ആ കയ്യല്ലേ? ആ കൈയോട്. സാറ് ഞങ്ങള് തമ്മിൽ കോംപ്രമൈസ് ആയി. അങ്ങനെ കോംപ്രമൈസ് ആവാൻ ഈ സബ് ഇൻസ്പെക്ടർ ബാബുക്കുട്ടൻ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടെന്നേ. പിന്നെ സാറിന് മാത്രം ഇത്ര വലിയ നിർബന്ധം? എന്താ നിർബന്ധം? അവളിപ്പോ എന്റെ കൂടെ